ശ്രേബിയൻ ഹസ്കർ, ഇവിടെ സ്വാമി ആനന്ദവനം ഭാരതിക്കല്ല അപമാനം സംഭവിച്ചത്, ചില ഹൈന്ദവ സംഘടനകൾക്കാണ് എന്ന് പറഞ്ഞല്ലോ. സ്വാമി ആനന്ദവനം ഭാരതിയുടെ പൂർവാശ്രമമാണോ മറ്റ് ചിലരെയെങ്കിലും അലോസരപ്പെടുത്തുന്നത്? അതാണോ കൊച്ചിൻ ദേവസ്വം ബോർഡിലൂടെ പ്രായോഗികമാക്കിയത്? അല്ല, സംപൂജ്യനായ ആനന്ദവനം ഭാരതി മഹാരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തെ കുറിച്ച് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താധാരയിലുണ്ടായിരുന്ന വ്യക്തിത്വമാണെന്നാണ്. സ്വാഭാവികമായും ഒരു കടുത്ത ഇടതുപക്ഷ ചിന്താധാര, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയിൽ നിൽക്കുന്ന ഒരാൾക്ക് സർവ്വസംഘ പരിത്യാഗിയായിട്ട് ഒരു സന്യാസി വര്യനായി മാറാൻ കഴിയുള്ളൂ. ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് എപ്പോഴും ഇത്തരത്തിൽ ഒരു സന്യാസി ശ്രേഷ്ഠനായി മാറാൻ കഴിയും എന്ന് കരുതുന്ന ഒരാളാണ്. സ്വാഭാവികമായും അത്തരം നിലപാടുകൾ എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം എല്ലാ കാലത്തും എപ്പോഴും ഒരു സന്യാസി ശ്രേഷ്ഠന്റെ പോലെ തന്നെയാണ് എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൂർവാശ്രമത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഇടതുപക്ഷ ചിന്താഗതിക്കാരനോ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോ ഒരു സന്യാസി വര്യനായി മാറുകയും ജുന അഖാഡ പോലുള്ളതിന്റെ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അദ്ദേഹം മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ട ആ മഹാകുംഭമേളയിൽ തന്നെ ഇതൊക്കെ വലിയ വാർത്തകളായി വന്നതാണ്. അതുകൊണ്ട് അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സത്യം ഇപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. ഇപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് എന്നുള്ളത്. പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു സന്യാസി ശ്രേഷ്ഠനാകാൻ പറ്റിയത് എന്നുള്ളത് തികച്ചും വാക്ക് പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എങ്കിലും മികച്ച ഒരു ക്യാപ്സ്യൂളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എപ്പോഴും രോണി, അങ്ങ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതചര്യയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളും പരിശോധിച്ചാൽ നിശ്ചയമായും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസി തുല്യ ജീവിതം തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാ കാലത്തും നയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ചോദിക്കും, ഏതെങ്കിലും ആളുകളെ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് അതിനൊരു ഉത്തരം ഇപ്പൊ പറയാൻ കഴിയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സർവ പരിത്യാഗിയായിട്ടുള്ള ഒരു യഥാർത്ഥ സന്യാസി വര്യന്റെ ജീവിതചര്യയാണ് സ്വീകരിക്കാറുള്ളത്. അങ്ങൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ ഒരു തരത്തിലുള്ള ആകുലതകളെയും ബാധിക്കില്ല. കാരണം മനുഷ്യന്റെ നന്മ മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാ കാലത്തും കാംക്ഷിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് സന്യാസി ശ്രേഷ്ഠന്മാർ ഓരോരുത്തരും. അപ്പോ അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ ഒരു യഥാർത്ഥ സന്യാസിയാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും, ഒരു യഥാർത്ഥ അന്വേഷകനാകാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മിസ്റ്റർ എന്ന് വിളിച്ചപ്പോ ചാടി എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട ഒരാളാണ് സർവ്വസംഘ പരിത്യാഗി അദ്ദേഹം. അപ്പൊ അദ്ദേഹം സന്യാസി രൂപത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാ അങ്ങനെ മുറിവേറ്റത്? സന്യാസിക്ക് മുറിവേക്കില്ല എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം സന്യാസിമാരെ പോലെ ആണെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു പ്രതിപക്ഷ നേതാവ് മിസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ മുറിവേറ്റ് ചാടി എഴുന്നേറ്റത് എന്തിനാണ്? അപ്പൊ അദ്ദേഹം ആ ഒരു ഇതിലെടുക്കണ്ടേ അതിനെ? അല്ലല്ല, ഞാൻ ചോദിച്ചത് അങ്ങ് പറഞ്ഞതിന് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വണ്ണന്മാരായി പോകില്ലേ? അങ്ങനല്ല, മികച്ച കമ്മ്യൂണിസ്റ്റുകാർ. ഞാനിത് അപ്പം ശ്രീ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെന്നാണോ പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ഇതിപ്പോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങിപ്പോ ഓരോ വ്യക്തികളെ എടുത്ത് അയാൾ ഇങ്ങനെ ആയിരുന്നില്ലേ പ്രവർത്തിച്ചിരുന്നത്, അങ്ങനെയായിരുന്നില്ലേ പ്രവർത്തിച്ചത് എന്ന് ഓരോ വ്യക്തികളെ എടുത്തല്ല പരിശോധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചോളം വളരെ എളുപ്പത്തിൽ ഒരു സന്യാസിയായി താതാത്മ്യം പ്രാപിക്കുന്നതിന് സാധിക്കും എന്ന വസ്തുതയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരായി ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതചര്യ, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അത്തരത്തിൽ സർവവും ത്യജിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനെല്ലാം അറിയാം ശ്രീ ഭാസ്കർ. അല്ല, ഇപ്പൊ സ്വാമിജി ആനന്ദമയ്യെ പോലെ ഒരു സ്ഥിതപ്രജ്ഞനായി ആരെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വളരെ അപൂർവം ആ വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ സ്ഥിതപ്രതിജ്ഞ നേടാൻ കഴിയുകയുള്ളൂ. അതൊരു മഹാഭാഗ്യം കൂടിയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ശരി, ശ്രേബിയൻ ഹസ്കർ, ഈ സന്യാസവും കമ്മ്യൂണിസവും തമ്മിൽ ചേർത്തതുകൊണ്ട് പറയാണ്, ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സന്യാസി ശ്രേഷ്ഠനെയും നമ്മൾ കണ്ടിട്ടുണ്ട് തലസ്ഥാനത്ത്.